ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ സാഹചര്യങ്ങളെയും ദൈവം അനുകൂലമാക്കി കൊടുക്കണം. അതാത് സമയത്ത് അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം വരുന്ന ഒരു വനടിയാകണം. അപ്പോൾ തന്നെ ഇതെടുത്തിട്ടുള്ള ആ കോണ്ടാക്ട് രമേശൻ, അതുപോലെ ലേബേഴ്സായ ആളുകൾ എല്ലാത്തിലും ഒരുമിച്ച് സഹകരിച്ചു നിന്ന് വളരെ മനോഹരമാകുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവം ഇനിയും നടത്തുമെന്നുള്ള ഉറപ്പോട് ദൈവങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാളെ മഹിത്തപ്പെടുത്തുകയാണ്. അവിടുത്തെ കൃപയിലാശ്രയിച്ച് അവിടുത്തെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പ്രിയ വിജയ് ബ്രദറിനും കുടുംബത്തിനുമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭവനത്തിന്റെ കർത്താവേ ഈ മേൽക്കൂരയിൽ ഞങ്ങളിവിടെ ആയിരിക്കുന്നു. ദൈവമേ, ഇന്ന് പകൽ ഇതിന്റെ മേൽവാർക്ക നടക്കുകയാണല്ലോ. പെട്ടിട്ടുള്ള ഞങ്ങളുടെ ദൈവങ്ങൾക്കായി സ്തോത്രം, ദേവദാസന്മാർക്കായി സ്തോത്രം. കർത്താവേ, ഓരോരുത്തരെയും പേരുപേരായി ഈ സമയം ഞങ്ങൾ ദൈവങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൂടപ്പെട്ട ദൈവമക്കളായ ദൈവദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രത്തോട് വളരെ പ്രാർത്ഥനയോട് ഈ കോൺക്രീറ്റ് ഇതിന്റെ പ്രാരംഭ പണികാര്യങ്ങൾ ഞാനിവിടെ കോൺക്രീറ്റ് ഇടുകയാണ്. സ്വർഗം അനുഗ്രഹമാക്കി തീർക്കണം. അങ്ങ് അവിടുന്ന് പ്രവർത്തിക്കും. ഈ പ്രദേശത്ത് ഈ ഭവനം മലമേൽ കൊളുത്തിയ വിളക്ക് പോലെ, മണ്ണിന്മേൽ കൊളുത്തിയ വിളക്ക് പോലെ, മലമേലിരിക്കുന്ന ഭവനം പോലെ ശോഭിച്ച ദൈവനാമ മഹത്വമാകട്ടെ. അങ്ങനെ ചെയ്യും. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുവേശുവിന്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ഈ ഭവനത്തിന്റെ മെയിൻ വർക്ക് ഇവിടെ സ്തോത്രം ചെയ്ത് ഇവിടെ ആരംഭിക്കുകയാണ്. സ്വർഗം ഇത് അനുഗ്രഹമാക്കി തീർക്കട്ടെ. പിതാവുതര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ നിരന്തരമായ സംസർഗം കൂട്ടായ്മയ്ക്കാവരും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും നമ്മുടെ ആവശ്യങ്ങളോടും കൂടിയും വിശേഷാൽ ഞങ്ങളുടെ പ്രിയ സഹോദരൻ വിജയ് ബ്രദറിന്റെ ഭവനത്തിന്റെ പണികാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് വരെ അവിടുത്തെ കരമുണ്ടാകണം. ഇന്ന് മുതൽ എന്നേക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത ഉണ്ടായിരിക്കുമാറുമാകട്ടെ. ആമേൻ. ഈ പകൽ ജയം തന്നെ കർത്താവിന് മഹത്വം കരേറ്റാം.